ഈ ജി സുധാകരനുള്ള പിന്തുണ അല്ല, അത് പാർട്ടി മുന്നണിയും തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമായിട്ടില്ല. കെ സുധാകരൻ ഫേസ്ബുക്ക് ഇല്ല, പോസ്റ്റ് സുധാകരൻ പാർട്ടിയെ സംബന്ധിച്ച ഒരു അസറ്റാണ്. അദ്ദേഹം ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനമെടുത്താൽ ആ തീരുമാനം അനുസരിക്കുന്ന ആളാണ്. ഈ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. കാരണം അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെ തിങ്കളാഴ്ച കാണുന്നുണ്ട്. ഒരിക്കലും പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നും അദ്ദേഹം പുറത്തു പോവില്ല. അത് ഞാൻ വട്ടിയൂർക്കാവ് എൻ്റെ കുടുംബമാണ്. ഞാൻ എല്ലാ കാലത്തും വട്ടിയൂർക്കാവിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന ആളാണ്. വടകര MP ആയിരുന്നപ്പോഴും ആഴ്ചയിൽ 2 ദിവസം വട്ടിയൂർക്കാവിൽ ഞാൻ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവുകാരാണ് എൻ്റെ ഭാവി തീരുമാനിക്കേണ്ടത്. അതെൻ്റെ കുടുംബമാണ്. ഈ മണ്ണ് എന്നെ ചതിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തിങ്കളാഴ്ചയാണ് ഉണ്ടാവാൻ സാധ്യത. ചില മണ്ഡലങ്ങളെ സംബന്ധിച്ച് DCC അധ്യക്ഷനടക്കം അദ്ദേഹത്തിന് സീറ്റില്ല എന്നടക്കം നടസാന ജില്ലയിൽ ചില പ്രശ്നങ്ങളുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? എല്ലാ പ്രശ്നവും പരിഹരിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ വലിപ്പ ചെറുപ്പം നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയുടെ വലിപ്പമല്ല ഞങ്ങൾ നോക്കുന്നത്, ആ പാർട്ടി മുന്നണിയായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് CP ജോണിനെ പോലുള്ള ആളുകൾ എല്ലാ കാലത്തും, അതായത് 1986 MV രാഘവൻ കോൺഗ്രസിന് അനുകൂലമായ സ്റ്റാൻഡ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ ആ സ്റ്റാൻഡിനോടൊപ്പം നിന്ന ആളാണ് CP ജോൺ. അപ്പം അങ്ങനെയൊക്കെ പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ തുടക്കത്തിൽ എല്ലാവർക്കും പ്രയാസങ്ങളുണ്ടാവും. അതൊക്കെ ഞങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും. അല്ല, അത് തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡിന് ഏത് കാര്യത്തിലും ഇളവ് നൽകാം. അതല്ല, എടുത്ത തീരുമാനത്തിൽ മാറ്റമില്ല എന്നും പറയാം. അത് രണ്ടും തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനം എടുക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.